ശാസ്ത്ര സാങ്കേതിക രംഗത്തെ അത്ഭുതാവഹമായ കുതിച്ചുചാട്ടത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ആധുനിക മനുഷ്യർ. അതിദ്രുതം വളർന്നു വികസിക്കുന്ന ലോകത്തോടൊപ്പം എത്താൻ അവൻ കിതച്ചോടുകയാണ്. മനുഷ്യരുടെ സ്വപ്നങ്ങൾ അതിശീഘ്രം യാഥാർത്ഥ്യമായി പരിണമിക്കുമ്പോൾ തെല്ലൊരു അഹങ്കാരം അവരുടെ ഹൃദയഭിത്തിയിലേക്ക് കയറുന്നു. ബുദ്ധിശക്തിയിലും തന്റെ ദീർഘവീക്ഷണത്തിലും മതിപ്പ് രേഖപ്പെടുത്തുന്ന മനുഷ്യൻ അവനറിയാതെ അഹന്തയുടെ ആൾരൂപമായി മാറുന്നു. വിശാലമായ ഈ പ്രപഞ്ചത്തിലെ നിസ്സാര ജീവിയാണെന്ന് സത്യം മറച്ചുപിടിക്കാൻ മനുഷ്യൻ കാണിക്കുന്ന തിടുക്കം ആശ്ചര്യജനകമാണ്. സുവ്യവസ്ഥിതവും സുഭദ്രവുമായി പ്രപഞ്ചത്തെ സംവിധാനം ചെയ്ത പരമകാരുണികനായ സൃഷ്ടാവിനെ മനുഷ്യർ മറക്കാൻ ഇഷ്ടപ്പെടുന്നു. നേടിയ കഴിവുകളും ബുദ്ധിശക്തിയും ദൈവത്തിന്റെ മുന്നിൽ കുറഞ്ഞു പോകുന്നത് അഹങ്കാരി എങ്ങനെ സഹിക്കും? അങ്ങനെ ദൈവത്തിന്റെ ആവശ്യമില്ലെന്ന് അഹന്തയുടെ കൊടുമുടിയിൽ കയറി അവൻ വിളിച്ചു കൂവി. ശാസ്ത്രം ഉയർച്ചയുടെ അതിവേഗ പാത കണ്ടെത്തിയതോടെ ഒടേതമ്പുരാന് വലിയ കാര്യങ്ങളിൽ പങ്കില്ലെന്ന് പറയാൻ മനുഷ്യർ ധാർഷ്ട്യം കാണിച്ചു. വാക്കുകളിൽ നിന്ന് ദൈവത്തെ പറിച്ചറിയാൻ ശ്രമിക്കുമ്പോഴും മനസ്സിന്റെ കോണിൽ എവിടെയോ ഇതിനെതിരെ പ്രതിഷേധമുയരുന്നത് നിഷേധിയെ ഉത്കണ്ഠാകുലനാക്കി. വൈവിധ്യങ്ങൾ കൊണ്ട് പ്രകൃതിയെ അലങ്കരിച്ചതിന് പിന്നിലെ ശക്തിയെ തള്ളിമാറ്റുമ്പോഴും മനസ്സിൽ നിന്നുയരുന്ന അർത്ഥവത്തായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാവുന്നില്ല. മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെടുത്താനും ഈ ലോകത്തിന്റെ നശ്വരതയെ അറിയിക്കാനും പ്രപഞ്ച സൃഷ്ടാവിന്റെ ഇടപെടലുകൾ ഉണ്ടാവുമ്പോൾ ദൈവനിഷേധമെന്നത് വിഡ്ഢിത്തമാണെന്ന് വെളിച്ചത്തിന്റെ തരിമ്പെങ്കിലും ഹൃദയത്തിലുള്ളവർക്ക് മനസ്സിലാകുന്നു. ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റ്, ആർത്തലച്ചുവരുന്ന സുനാമി രാക്ഷസ തിരമാലകൾ, കൊടും പ്രളയം, ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് മുന്നിൽ മനുഷ്യർ തീർത്തും നിസ്സഹായരാകുന്നു. കൊട്ടാരതുല്യമായ കെട്ടിടങ്ങളിൽ അന്തി ഉറങ്ങിയവർ എത്ര പെട്ടെന്നാണ് കൊടും ചൂടും തണുപ്പും സഹിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അഭിമാനത്തിന്റെ ബിംബങ്ങളായി മനുഷ്യർ കരുതിയതെല്ലാം മണൽക്കൂന കണക്കെ നിലം പൊത്തുമ്പോൾ കാരണം കണ്ടെത്താൻ വിഷമിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തെ വെല്ലുവിളിച്ച് എയ്ഡ്സും ക്യാൻസറും സ്മൃതിനാശവും മാരക രോഗങ്ങളും കളം നിറഞ്ഞാടുമ്പോൾ മനുഷ്യരുടെ നിസ്സഹായ അവസ്ഥ കൂടുതൽ തെളിയുകയാണ്. പൂർത്തിയാവാത്ത സ്വപ്നങ്ങളെ പരിഹസിച്ച് മരണമെന്ന അതിഥി വന്നെത്തുമ്പോൾ പണത്തിന് മീതെ കയറി ഒളിക്കാനാവുമോ? ഉണ്ടെങ്കിൽ അതിനുദാഹരണങ്ങൾ വേണ്ടേ? മരണം ഒരു സത്യമാണ്. മരണത്തിന്റെ വരവിൽ കാരണങ്ങൾ അപ്രസക്തമാകുന്നു. പിതാവിനെ വിട്ട് ചിലപ്പോൾ അത് മകനെ പിടികൂടും, മറ്റു ചിലപ്പോൾ മക്കളെ വിട്ട് മാതാവിനെയും പിതാവിനെയും. മുത്തച്ഛനെ ഒഴിവാക്കി പേരമകനെ തേടി മരണമെത്തുമ്പോൾ കാരണങ്ങൾക്ക് എന്ത് പ്രസക്തി? മനുഷ്യരെ സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത ദൈവത്തിന് തന്നെയാണ് മരണത്തിന്റെ അവകാശവും. ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നൽകിയ കാലം എത്ര കുറച്ചാണ്. അനശ്വരമായ ജീവിതം മരണാനന്തരം മറുലോകത്താണെന്നത് അവന്റെ ലംഘനമില്ലാത്ത വാഗ്ദാനമാണ്. ഹ്രസ്വമായ ഐഹിക ജീവിതം സന്തോഷവും ദുഃഖവും നിറഞ്ഞതാണ്. ജീവിതം മധുരതരമാകുന്നത് അതുകൊണ്ടാണല്ലോ. ജീവിതത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരുടെ മരണം, രോഗം, ധനനഷ്ടം, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ, മാനഹാനി. ദൈവം നിശ്ചയിച്ച ജീവിതരേഖ അനുസരിച്ചേ ജീവിതം മുൻപോട്ട് പോകൂ എന്ന് വിശ്വസിക്കുന്നവന് ഏത് പ്രതിസന്ധികളെയും ജീവിത വിജയമാക്കി മാറ്റാനാവും. കുറ്റമറ്റ ദൈവവിശ്വാസത്തിന് മാത്രമേ പ്രതിസന്ധികളെ ധീരമായി നേരിടാനുള്ള കരുത്ത് പകരാനാവൂ. അനിർവചനീയമായ നിർഭയത്വത്തിന്റെ അനുഭൂതി നുകരാനും ദൈവവിശ്വാസിക്കേ കഴിയൂ. ദുരമൂത്ത മനുഷ്യർ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്യുന്നത്? എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരുടെ ജീവിതം എന്തോ ആവട്ടെ എന്നാണ് ഈ ദുരാഗ്രഹികളുടെ നിലപാട്. സ്വന്തം സ്വസ്ഥതയ്ക്കു വേണ്ടി അന്യന്റെ ചോര ഒഴുക്കുന്നതിൽ ഇക്കൂട്ടർ തെറ്റ് കാണുന്നില്ല. കൊല, കൊള്ള, ഭീകരാക്രമണങ്ങൾ, വർഗീയ കലാപങ്ങൾ, യുദ്ധങ്ങൾ, വിപ്ലവങ്ങൾ, പ്രതിവിപ്ലവങ്ങൾ. ആർത്തിയാണ് ഈ മനുഷ്യവിരുദ്ധ നീക്കങ്ങളുടെ എല്ലാം പിന്നിൽ. ദുർബലർക്ക് മീതെ ചാടി വീഴുന്ന വൻ ശക്തികൾ അവരുടെ മണ്ണും വിണ്ണും കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തിന്റെ സുസ്ഥിതിയും സുസ്ഥിരതയും ഉറപ്പാക്കുന്നു. അയൽ രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് ആയുധ വ്യാപാരം കൊഴിപ്പിക്കുന്നതിലാണ് വൻ ശക്തികളുടെ ശ്രദ്ധ. ജീവിത പ്രാരാബ്ധങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും നിർഭയത്വമില്ലായ്മയും ശാന്തിയുടെ തുരുത്ത് തേടാൻ മനുഷ്യനെ നിരന്തരമായി പ്രേരിപ്പിക്കുകയാണ്. ഉള്ളവനും ഇല്ലാത്തവനും അന്വേഷിക്കുന്നത് അല്പം സമാധാനമാണ്. ജീവിക്കാൻ വേണ്ടി തിരക്ക് പിടിച്ചോടുന്നതിനിടയിൽ എന്തിനിത്ര ധൃതിയെന്ന് വല്ലപ്പോഴും മനസ്സ് ചോദിക്കുന്നു. സാന്ത്വനിപ്പിക്കാനോ ആശ്വാസവചസ്സുകൾ ഉരുവിടാനോ ആർക്കും തന്നെപ്പോലെ തന്നെ നേരമില്ലെന്നറിയാം. പറയുന്നവരൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നങ്ങൾ പോലും അഗ്നിപർവ്വത സമാനമാകുന്നു.
ഇളകിയ ബന്ധങ്ങളും പൊരുത്തപ്പെടാത്ത കുടുംബ ബന്ധവും ബാധ്യതയില്ലാത്ത മക്കളും പണത്തിന്റെയും പ്രതാപത്തിന്റെയും നിറം കെടുത്തുന്നു. സമ്പാദ്യമൊന്നും വേണ്ടിയിരുന്നില്ല, ഇത്തിരി സമാധാനം കിട്ടിയാൽ മതിയായിരുന്നെന്ന് വിലപിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും പരിധിവിട്ട ബന്ധങ്ങളും വില്ലനായി വന്നെത്തുന്നത് ഈ വിലാപം സൃഷ്ടിക്കുന്ന ശൂന്യതയിലേക്കാണ്. താൽക്കാലികമായി ലഭിക്കുന്ന അനുഭൂതി വഴിവിട്ട ജീവിതത്തിന് എല്ലാം തകർന്നവനെ കൂടുതൽ പ്രേരിപ്പിക്കുന്നു. എല്ലാം തുലയാൻ പിന്നീട് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ആത്മസംഘർഷങ്ങളുടെ നെരിപ്പോടിൽ വെന്തെരിയുന്നവരെയാണ് വ്യാജഭക്തിയുടെ ലഹരിയുമായി ദൈവത്തിന്റെ ദല്ലാളുകൾ പിടികൂടുന്നത്. കാരുണ്യവാനായ ദൈവത്തിന്റെ തീർപ്പുകൾക്ക് കാത്തുനിൽക്കാൻ സമയമില്ലാത്തവൻ എത്ര പെട്ടെന്നാണ് പൗരോഹിത്യത്തിന്റെ കെണിയിൽ വീഴുന്നത്. ആത്മീയ ശൂന്യത സൃഷ്ടിച്ച അരക്ഷിതാവസ്ഥ ശാന്തിയുടെ കുറുക്കുവഴികൾ തേടാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. കൺസ്യൂമർ കൾച്ചർ എന്ന ഉപഭോഗ ജ്വരം വ്യാപകമായി പടർന്നതോടെയാണ് വ്യാജ ആത്മീയ വാണിഭക്കാർ മലയാള മണ്ണിൽ വർദ്ധിക്കാൻ തുടങ്ങിയത്. കച്ചവടത്തിന് എന്ത് മതം? വ്യാജ ആത്മീയ വ്യാപാരത്തിൽ സർവ്വമതങ്ങളുടെയും പേരുകൾ ദുരുപയോഗം ചെയ്യുന്നു. മനസ്സിന്റെ ഭാരം കാരുണ്യവാനായ ദൈവത്തിൽ ഇറക്കി വയ്ക്കാനും അവനിൽ ഭരമേൽപ്പിക്കുവാനും തയ്യാറില്ലാതെ അധമരാകുന്നവരുടെ ദുർഗതിയോർത്ത് വിലപിക്കാനേ നിവർത്തിയുള്ളൂ. ഉന്നത വിദ്യാഭ്യാസമോ ബിരുദ കടലാസുകളോ അത്യാചാരങ്ങളെ ചെറുക്കുന്നവയായി മാറുന്നില്ല. ദൈവത്തിൽ നിന്ന് പിടിവിട്ട മനുഷ്യർ ദൈവത്തിന്റെ സൃഷ്ടികളുടെ മുൻപിൽ സാഷ്ടാംഗം ചെയ്ത് അധമത്വം വിലയ്ക്ക് വാങ്ങുന്നു. നിസ്സഹായരായ ദൈവത്തിന്റെ സൃഷ്ടികളോട് സഹായാർത്ഥന നടത്തുന്നത് എത്ര വിവരക്കേടാണ്. ശവകുടീര പൂജ എങ്ങും വ്യാപകമാണ്. വ്യാജ ശവകുടീര നിർമ്മിതി യുക്തിയുടെ സർവ്വ അളവുകോലുകളെയും നന്നായി കളിയാക്കുന്നു, പ്രമാണങ്ങളെ പുറംതള്ളുകയും ചെയ്യുന്നു. ശവകുടീര വ്യവസായം ഏത് സാമ്പത്തിക പ്രതിസന്ധിയെയും അതിജയിക്കുമെന്ന് പുരോഹിത വ്യവസായികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുതൽ മുടക്കില്ലാതെ കോടികൾ കൊയ്യുന്ന കൺകെട്ട് വിദ്യ ശവകുടീര വ്യാപാരമല്ലാതെ മറ്റെന്തുണ്ട്? കല്ലും മുള്ളും മരവും അജ്ഞാത ശവങ്ങളും മൺകൂനകളും ഭ്രാന്തന്മാരും കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന ഹൈടെക് ആത്മീയ വാണിഭക്കാരുമെല്ലാം ആത്മീയ ശൂന്യത ചൂഷണം ചെയ്യുന്ന കാലമാണിത്.